നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗിൻ്റെ പ്രസിഡന്റ്. ബഹുമാനി, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിനെയും അഭിനന്ദനങ്ങളും ആശംസിക്കുന്നു. ഇന്ത്യ മഹാരാജ്യം, അതിന് ഭരണകർത്താക്കൾ, സംസ്ഥാന ഗവൺമെൻറ്, ഇവരെല്ലാം ഇന്ത്യൻ ജനതയോട്, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യക്കാരോട്, അതിലും പ്രത്യേകിച്ച് കേരളീയരോട് കാണിക്കുന്ന അശ്രദ്ധ അക്ഷന്തവ്യമായ ഒരു കുറ്റമായിട്ട് പറയേണ്ടി വരും. അത് മറ്റൊന്നുമില്ല, മുല്ലപ്പെരിയാർ ഇഷ്യൂ ആണ്. ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല. ഏതോ ഒരു ദിവ്യൻ പറഞ്ഞ് 100 ദിവസത്തേക്കും അത് പൊട്ടുന്നു. അങ്ങനെയൊന്നും പറയാൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ എറണാകുളം ജില്ലയിൽ പൊന്നുരുന്നി എന്നൊരു സ്ഥലമുണ്ട്. അവിടുത്തെ ഒരു ഖത്തീബ് ഇമാമുണ്ട്, പഴയ മുസ്ലിയാരാണ്, കുഞ്ഞു മുസ്ലിയാർ. അപ്പം അദ്ദേഹം ആ പള്ളിയിൽ ജുമാക്ക് മുമ്പുള്ള പ്രസംഗത്തിൽ പറഞ്ഞു, പ്രത്യേകിച്ച് യുവാക്കളോടൊക്കെ ആയിട്ട് പറഞ്ഞു, നമ്മളെല്ലാം മരിച്ചു കഴിഞ്ഞാൽ സ്വർഗവും നരകമുണ്ട്, ശിക്ഷ ഭയാനകമായിരിക്കും എന്നാണ് പറയുന്നത്, വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ഇല്ലെന്ന് വിചാരിക്കാം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇനിയിപ്പോൾ അങ്ങനെ ഇല്ലെന്ന് വിചാരിക്കാം. പക്ഷേ ഉണ്ടെങ്കിലോ? അപ്പോൾ നമ്മളെന്താ വേണ്ട, മുൻഗതി വേണ്ടേ? അവിടെ നിങ്ങൾ ഖുർആനും ഹദീസും പറഞ്ഞ പോലെ പരിപാലിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ മുല്ലപ്പെരിയാർ ഇഷ്യൂ അവിടെ ഇല്ലെന്ന് തന്നെ വിചാരിക്കാം. പക്ഷെ ഉണ്ടെങ്കിലോ, ഉണ്ടായാലോ? അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ശാസ്ത്രജ്ഞന്മാരും അങ്ങനൊരു സംഭവം ഉണ്ടായാൽ എന്താണ് നമുക്ക് നിവാരണ മാർഗം? ഇപ്പോൾ അത്യാഹിത വിഭാഗം, ദുരന്ത നിവാരണ സംഘടനയൊക്കെ ഉണ്ട്, ഇന്ത്യയൊക്കെ ഉണ്ട്, കേരളത്തിലുണ്ട്, എല്ലാം ഉണ്ട്. ആ ദുരന്ത നിവാരണ സംഘം അതിനെക്കുറിച്ച് എന്തെങ്കിലും പഠനം നടത്തുകയോ അവർ നടത്തി കിട്ടിയ പഠനത്തിൻ്റെ ഫലം ജനങ്ങളെ അറിയിക്കുകയോ ചെയ്തിട്ടുണ്ടോ? എത്ര വർഷമായി ആ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ പൊതുജനങ്ങളും സാധാരണക്കാരും ശാസ്ത്രജ്ഞന്മാരും വിദഗ്ധരൊക്കെ പറയുന്നത് അവിടെ ഒരു അപകടം പതിയിരിപ്പുണ്ട്. പക്ഷെ നമ്മുടെ ഗവൺമെൻറ്, സ്റ്റേറ്റ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തു. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പോൾ ചൈനീസ് ശാസ്ത്രജ്ഞൻ ഒരാൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു, ഇങ്ങനെ ചൈനയിൽ അണക്കെട്ട് അപകടം ഉണ്ടാവും. ഇപ്പോൾ അയാൾ ഭ്രാന്തനാക്കി ഭരണകൂടം. അത് കഴിഞ്ഞ് ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ ഡാം പൊട്ടി, 60-70 ഡാം പൊട്ടി, കോടിക്കണക്കിന് ആൾക്കാർ മരിച്ചു, കോടിക്കണക്കിന് ആൾക്കാർ ദുരിതത്തിലായി, ലക്ഷക്കണക്കിന് ആൾക്കാർ വീടില്ലാതെ. അത് അധികം കാലമായില്ല, 50-60 വർഷമായിട്ടുള്ളൂ. അതുപോലെ മുല്ലപ്പെരിയാർ ഇഷ്യൂ, അതിന് പരിഹാര മാർഗം നിർദ്ദേശിക്കാൻ ആർക്കും കഴിയുന്നില്ല. ഓടിയെത്തി പരിഹാരം ഇല്ല. പക്ഷെ എങ്കിലും അങ്ങനൊരു സംഭവം ഉണ്ടായാൽ അതിന് എന്തെങ്കിലും നിവാരണ മാർഗമുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ എന്നെങ്കിലും ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യത സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾക്കില്ലേ? എന്താ നിങ്ങൾ അശ്രദ്ധമായി നിൽക്കുന്നത്? ഇപ്പോൾ ഇന്നൊരു ന്യൂസ് കേട്ട്, വയനാട് ഭാഗത്ത് ആനകൾ കൂട്ടമായിട്ട് താഴത്തേക്ക് വരുന്നു. ഈ മലയിൽ അല്ലെങ്കിൽ വനത്തിലൊക്കെ എന്തെങ്കിലും അപകടം, പ്രകൃതി ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഏതാണ്ട് മുന്നറിയിപ്പായിട്ട് അവിടെ കൊച്ചുവെച്ച് മൃഗങ്ങൾക്കും കൊച്ചുവെച്ച് പിന്നെ കിളികൾക്ക്, പക്ഷികൾക്ക് കിട്ടും. അത് കഴിഞ്ഞ് ആനയെ പോലെ അറിയുന്നത്. അപ്പോൾ അതിനകത്ത് അത് കണ്ടുകൊണ്ട് അവർ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറും എന്നൊരു ഒരു വർത്തമാനമുണ്ട്. ശാസ്ത്രീയമായിട്ട് എന്തെന്ന് അറിയില്ല. എല്ലാം കൊണ്ടും വയനാടിക്ക് അപ്രതീക്ഷിതമായിട്ടുണ്ടായതല്ലേ, അതൊക്കെ എത്ര മാരകമാണ്. ഞാൻ പറഞ്ഞ് ഭയപ്പെടുത്താൻ പറയല്ല, എന്നെ അറസ്റ്റ് ചെയ്തോ അല്ലോ എനിക്ക് കുഴപ്പമില്ല, അങ്ങനെ അതിലല്ല പറയുന്നത്. ജനങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ? ആ ഒരു ചൈനീസ് ശാസ്ത്രജ്ഞൻ്റെ ലേഖനമുണ്ട്. അദ്ദേഹം പറയുന്നത്, ഈ ഒരു സംഭവം ഉണ്ടായാൽ ഇപ്പോൾ എല്ലാവരും കേരളീയരെല്ലാം പറയുന്നത് മധ്യ തിരുവിതാംകൂർ അല്ലെങ്കിൽ മധ്യ കേരളം, ആ 4-5 ജില്ലകൾ പോകുമെന്നാണ്. അങ്ങനെയല്ല അദ്ദേഹം പറയുന്നത്, അങ്ങനെയല്ല പോകുന്നത്. ഇന്ത്യയുടെ 3 ഭാഗവും കടലാണ്. ഒന്ന് ഇന്ത്യൻ ഓഷൻ, ഇന്ത്യ മഹാസമുദ്രം, ഒന്ന് അറേബ്യൻ കടൽ, ഒന്ന് ബംഗാൾ ഉൾക്കടൽ, ബേ ഓഫ് ബംഗാൾ, അറേബ്യൻ സീ. ഇത് 3 കഴിഞ്ഞ് 4ാമത്തെ അതിർത്തിയാണ് നമ്മുടെ ഹിമാലയം. അത് ഒരു ഭാഗം, 3 ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. കടലാൽ, വെറും വെള്ളമല്ല, കടൽ. ആ കടൽക്ഷോഭം കൊണ്ട് ഭൂമി വെള്ളത്തിൽ പോകുന്നൊക്കെ ഇന്ന് പത്ര റിപ്പോർട്ട്, ഇന്ന് മനോരമ റിപ്പോർട്ടുണ്ടല്ലോ,
കുറേ സ്ഥലങ്ങൾ കൊച്ചി ഉൾപ്പെടെ കുറേ സ്ഥലങ്ങൾ പോകുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങ് നിൽക്കുമ്പോൾ ഇത് സംഭവിച്ച് കടലിലേക്ക് പോയി കഴിഞ്ഞാൽ അറബിക്കടലിൽ ഇതൊരു സ്റ്റോപ്പില്ലല്ലോ. അവൻ പോയി കഴിഞ്ഞ് കുറേ കഴിഞ്ഞാൽ തിരിച്ചു വരും. അത് തിരിച്ച് 10 മടങ്ങ് ഉയരത്തിലാണ് തിരമാല വരുന്നതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു 15 മീറ്ററൊക്കെ ഉയരത്തിൽ വരാണെങ്കിൽ അത് 50 അടിയിൽ 5 കെട്ടത് പുകയില്ലേ, അത് വന്നല്ലേ എവിടെ കൊണ്ടാവും. നമ്മുടെ കടൽ സാമീപ്യം കരയും നമ്മൾ 1/2 അടി 1 അടി 2 അടിക്ക് വ്യത്യാസമുള്ളൂ. ബോംബെ എടുത്താലും കൊച്ചി എടുത്താലും ചെന്നൈ എടുത്താലും ഏതെടുത്താലും വളരെ വ്യത്യാസം വളരെ കുറവാണ്, ഉയരം വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെ 5 നില ബിൽഡിങ്ങിലെ പുകയത്തിൽ തിരയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ബഹുമാന്യരെ ഭയപ്പെടുത്തിയെന്ന് ചിന്തിക്കരുത്. നമ്മൾ അതിനെക്കുറിച്ച് ബോധവാനായിരിക്കണം. സർക്കാർ ഉണർന്നിരിക്കണം. സർക്കാർ ദുരന്ത നിവാരണ അതോറിറ്റിയെ കൊണ്ട് അന്വേഷിച്ച് നമുക്കൊരു ഡാം സൈറ്റിന് മേൽനോട്ടമാക്കി ഒരു റിട്ടയർഡ് ജഡ്ജി ഉണ്ടല്ലോ, രാമൻ സാർ എന്നിട്ടാണ്, രാമൻകുട്ടി തൊട്ട്. അവർക്ക് എന്താണോ എത്ര വർഷമായി ഇത് സംഭവം കേൾക്കുന്നത്. ആ ദുരന്ത നിവാരണ സേനയെ വിളിച്ചിട്ട് ഇങ്ങനെ സംഭവം കേൾക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ, നിങ്ങൾ അതിനെക്കുറിച്ച് വല്ല അന്വേഷണം നടത്തിയോ? ചിലർ പറയുന്നുണ്ട് ഈ റബ്ബർ പോലെയുള്ള ഇതുണ്ട്, വെള്ളത്തിലിട്ട് പോകുന്നതുണ്ടല്ലോ, അതുപോലെ എന്തൊരു പേരുണ്ട്, അതുപോലെ ഒരാൾ പറഞ്ഞു ഞാൻ 4 എണ്ണം കരുതിയിട്ട് 2 മക്കൾ ജനിക്കും. അതൊന്നും ഉപയോഗിക്കാൻ അവസരം കിട്ടില്ല. അതിനേക്കാൾ ഇത്രയും ശക്തമായിരിക്കുന്നത്. അപ്പം എന്താണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഭരണാധികാരികളും ആര് ഭയന്നിട്ടാണ്, എന്തൊരു ഭയന്നിട്ട് സത്യാവസ്ഥ പോലും പറയാൻ പറ്റാതിരിക്കുന്നത്. സങ്കടമുണ്ട്, വളരെ ദുഃഖമുണ്ട്. വിഷയം അതിന് സങ്കീർണമാണെന്നേ. പുതിയൊരു ഡാം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ പോലെ മാപ്പിള കലാസ് ആരോഗ്യമുള്ള തൊഴിലാളികളില്ല, പാറ കിട്ടാനില്ല, പാറ പൊട്ടിക്കാൻ പാടില്ലെന്നാണ്. സിമെന്റ് കമ്പി അവിടെ എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് എങ്ങനെ വന്നാലും 10-20 വർഷം പിടിക്കുന്നതാണ് വിദഗ്ധൻ പറയുന്നത്. 20 വർഷം 20 സെക്കൻഡ് ടൈമിൽ എന്നറിയോ ഭൂകമ്പ മേഖലയാണെന്ന് ഇപ്പോൾ ഇന്ത്യ അംഗീകരിച്ചു കഴിഞ്ഞു. പണ്ട് കേരളം അത് ഒഴിവാക്കിയിരുന്നതാണ്. ഇപ്പോൾ അതെല്ലാം ഒഴിവാക്കി മാത്രമല്ല, ഭൂകമ്പ മേഖലയിൽ വലിയ സാധ്യതയുള്ള സ്ഥലമാണെന്ന് ശാസ്ത്രജ്ഞന്മാർ സയൻറ്റിസ്റ്റുകൾ പറഞ്ഞു വരും. അപ്പോൾ എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തി അതിൻ്റെ റിസൾട്ട് ജനങ്ങളെ അറിയിക്കണ്ടേ? മിണ്ടാതിരുന്ന് അവസാനം പ്രവചിക്കാനൊന്നും നമ്മൾ ആളല്ല. വയനാട് ദുരന്തം അതുപോലെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ അതിനിർണായകമൊരു വിഷയമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ഒരു നിമിഷം പാഴാക്കാതെ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ, ഉണ്ടെങ്കിൽ അപകടം ഉണ്ടെങ്കിൽ ഏതെല്ലാം മേഖല എങ്ങനെയാണ് എന്നൊക്കെ നോക്കി ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പരിപാടി നിർത്താൻ നിങ്ങൾക്ക് ക്ഷമ ചോദിക്കുന്നു. പിന്നീട് ആർക്കെന്തെങ്കിലും വിഷമം തോന്നിയെങ്കിൽ ക്ഷമിക്കണം, പക്ഷെ പറയാതിരിക്കുക എന്നുള്ളത് ഒരു വഞ്ചനയാകുന്നു. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ നിർത്തും. ജയ് ഹിന്ദ്.